ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പീസ് കുക്ക്ബുക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്യാപ്സിക്കം ബട്ടർ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ക്യാപ്സിക്കം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു റൈസ് തയ്യാറാക്കി എടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ബസ്മതി റൈസ് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ നമുക്കതൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പം ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ റൈസ് സോക്ക് ചെയ്ത് വെക്കാം. 20 മിനിറ്റ് നേരത്തേക്ക് നമ്മളിത് സോക്ക് ചെയ്ത് വെക്കാം. നമ്മൾ അരി കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്കൊരു കുക്കറിൽ അരി വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് 1.5 ടീസ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ കുക്കറിൽ ചേർത്ത് കൊടുക്കുക. ബട്ടർ നന്നായിട്ട് അലിഞ്ഞു വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു തക്കോലം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് കറുവപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ആ ബട്ടറിലും അതുപോലെ തന്നെ സ്പൈസസിലും കിടന്നൊന്ന് മിക്സാക്കി കൊടുക്കുക. നമുക്കിതൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ ബട്ടറിലൊക്കെ കിടന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം റൈസ്. 5 മിനിറ്റിന് ശേഷം നമുക്കതിലേക്ക് അത് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള 1.25 ഗ്ലാസ് വെള്ളം, നമ്മൾ അരി മെഷർ ചെയ്ത് അതേ കപ്പിലാണ് 1.25 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത്. നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പ്രഷർ തന്നെ ഇരുന്ന് ഒരു 10-15 മിനിറ്റിനുള്ളിൽ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് ഞാനിവിടെ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഫോർക്ക് വെച്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പൂൺ വെച്ച് ചെയ്യുമ്പോൾ റൈസൊക്കെ പൊടിഞ്ഞു പോവും. ഇനി നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽട്ടായിട്ട് വരുമ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ റെഡ് ക്യാപ്സിക്കവും ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്കിതിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം ബട്ടർ റൈസ് ആയതുകൊണ്ടാണ് ഞാനിതിൽ ക്യാപ്സിക്കം മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് നോൺ വെജ് രീതിയിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ മുട്ട കുത്തിപ്പൊരിച്ച് ഇതിലിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് പീസസ് ആയിട്ട് ഇതിലിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്നുകൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. അതിലിപ്പോൾ നിങ്ങൾക്ക് തക്കോലം അല്ലെങ്കിൽ ഗ്രാമ്പൂ, കറുവപ്പട്ട അതൊന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്കതെടുത്ത് കളയാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കയ്യിൽ വെച്ച് ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ റൈസൊക്കെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് മിക്സ് ചെയ്യുക. ചില്ലി ഗോബി അല്ലെങ്കിൽ ചില്ലി ചിക്കൻ, ബട്ടർ പനീർ മസാല ഇതൊക്കെ ഈ ഒരു ക്യാപ്സിക്കം ബട്ടർ റൈസിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. റൈസ് കയ്യിൽ വെച്ച് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകുമെന്ന് പേടിയുള്ളവർക്ക് ഈ ഒരു രീതിയിൽ വേണമെങ്കിലും റൈസ് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ റൈസ് പൊടിഞ്ഞു പോകാൻ ചാൻസ് കുറവാണ്. മാത്രമല്ല നല്ല പോലെ മിക്സായിട്ട് നമുക്ക് കിട്ടും ചെയ്യും. ഇനി ഞാനിതിലേക്ക് ഒരു ചൈനീസ് ഫ്ലേവർ കിട്ടാനായിട്ട് സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻ പോർഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ സെലറി കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ബട്ടർ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഗീ റൈസ് തയ്യാറാക്കുമ്പോൾ അതിൽ കുറേ സവോളൊക്കെ ഇട്ടിട്ടാണ് നമ്മളത് ഉണ്ടാക്കുക. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ അത് പെട്ടെന്ന് തന്നെ ഇഷ്ടമാവും ചെയ്യും. മാത്രമല്ല ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത സ്പൈസസ് ഒന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റൈസ് കുക്കായി കഴിയുമ്പോൾ നമുക്കതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ. ക്യാപ്സിക്കം ബട്ടർ റൈസ് ആയതുകൊണ്ട് തന്നെ ഞാൻ റെഡ് ക്യാപ്സിക്കവും ഗ്രീൻ ക്യാപ്സിക്കവും മീതെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇതൊരു സിമ്പിൾ ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ക്യാപ്സിക്കം ബട്ടർ റൈസിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും നമ്മുടെ ചാനലിൽ ഇപ്പോൾ പുതുതായിട്ട് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടി എനേബിൾ ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വ്യത്യസ്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്